എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴവും ബ്രെഡും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയം 2 നേന്ത്രപ്പഴം ഇതുപോലൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലൊന്ന് വാടി വരുന്ന സമയം 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിക്ക് വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. നമ്മൾ എടുക്കുന്ന പഴം നല്ലതുപോലെ പഴുത്തതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. അഥവാ നിങ്ങൾ എടുക്കുന്നത് അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ ഇതുപോലൊന്ന് ഉടച്ചെടുത്താലും മതി. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ബ്രെഡ് ക്രംസിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സിലേക്ക് ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ബ്രെഡും പഴവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന രീതിക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിൽ നിന്നും കുറച്ച് ഇതുപോലൊന്ന് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നേരത്തെ ബ്രെഡിൻ്റെ ആ സൈഡ് കട്ട് ചെയ്തത് ഞാനിന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ആദ്യം നമുക്ക് മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലൊന്ന് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇത്രയും മതിയാകും. പിന്നീട് ഒരുപാട് സമയം നമ്മൾ എണ്ണയിൽ തന്നെ ഇട്ടേക്കരുത്. അങ്ങനെ എണ്ണയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളർ തന്നെ അങ്ങ് മാറിപ്പോകും. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവൻ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പലഹാരമാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്